നല്ല പാട്ടുകളാണ് എല്ലാവരും കേൾക്കണം. അത്ര വേറൊന്നും പറയണ്ട. എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാണ്. സലാം ബുഹാരി, ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങളെ പോലെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ഉള്ള എക്സൈറ്റ്മെന്റ് എപ്പോഴും എന്നും നമ്മൾ കാത്തുവശിക്കുന്നുണ്ട്. ഞാനും അമലും അന്നറും എല്ലാവരും. സോ അതുപോലൊരു സന്തോഷം എന്നും ജീവിതത്തിൽ നിലകൊള്ളട്ടെ. സലാം ബുഹാരി, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പടം റിലീസ് ചെയ്യാം. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ മോർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്ത ജോഡി നമ്പർ 1 എന്ന സോങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇനി സ്പെഷ്യാലിറ്റീസ്? ഇല്ല, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടും. ഈ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് എല്ലാവരും കേട്ടിരിക്കുക. സന്തോഷിച്ച് വീട്ടിൽ പോയി കിടന്നു പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ത് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോഴും സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുറെ കാലമായി ഇസ്ലാമിക്കിന് ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടുപോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പൊ അത് പറഞ്ഞു കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിന്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട്. ഇപ്പം ഞാനതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അങ്ങനെ എന്ത് കാര്യവും വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തം വിട്ടു പോലും. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന പാട്ട് ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും ഒന്ന് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചത് വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും ഇതേപോലെ സലാം സാറിന്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. മൂവിംഗ് ഓൺ ടു സുധീർ നായർ, സിനിമയിലെ ഒരു കീ ആക്ടറാണ്. അപ്പൊ എന്താണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ സിദ്ദിഖ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഡയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട്. അതിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ ഫോർ ദാറ്റ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായതിന്. ആൻഡ് ഐ വിഷ് എവറിബഡി ഓൾ ദ ബെസ്റ്റ്. ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ഓൾ ദിസ് വണ്ടർഫുൾ കാസ്റ്റ്. ജിനു, മാത്യു, ബാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. സിദ്ദിഖയുടെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
യു സോ മച്ച്. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കിടക്കാം. പാടി നോക്കണേ ഓർമ്മയുണ്ടാവും. ഇല്ല. ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയണം. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഇറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ഗോപി ചേട്ടാ. താങ്ക് യു. എന്താ പറഞ്ഞോ? എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഖാരി, റിയാസ് ഭായ്, അഷർ ഭായ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും കുടുംബം ചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. പക്ഷെ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Big thank you to all people gathered here, all the producers and all my fellow cast members. Namaste, namaskaram. ഞാൻ മൈക്കെടുത്ത ഒന്നില്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വേറലോ, കാരണം പറയാനുള്ളത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി, സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ്. കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിയിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളവരാണ്. എന്നെ കൊണ്ടുവരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആ ഒരു സ്റ്റാറിനെ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. 2 ധ്രുവങ്ങളിലായിരുന്നു, 2 രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജിനു ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു, പക്ഷേ മാർച്ച് പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും 4 അടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുഖാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാ ബാസി ഉണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക്. ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് ഒന്ന് മാത്യു തന്നെ ആയിരിക്കും. വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ മേനോൻ. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നെ പേടിയോ വിളിക്കുക, ഞാനത് വിളിച്ച് പറയാമെന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസ് ബുഖാരി എന്നാണ് പറഞ്ഞത്, ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ സിദ്ദിഖ് പറഞ്ഞല്ലേ ഇവിടെ നിന്നാ വന്നത്. ഒരു ഏരിയനൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ. അണ്ണൻ തമ്പില് ഫാദറിന്റെ. ഞാൻ ഒരു കാര്യം കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പൊ അൻവർ പറഞ്ഞു, ഞാനൊന്നും അല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ, മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുഖാരി അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിന്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ
ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാണ്. അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കളിച്ച് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമയില് ഈ സിനിമയിൽ ഞാനില്ല. പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറെ നേരം നല്ല സ്റ്റാമിന, നല്ല വോയിസ്, വോക്കൽ പവർ ഉണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിട്ട്. ഓക്കെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാം ഖാനെ കാണുന്നത്. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല ഞങ്ങളെ എല്ലാം വളരെ കംഫർട്ടാക്കി കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാം ഖാൻ. ഒത്തിരി നന്ദിയുണ്ട് സലാം ഖാൻ. എല്ലാം അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മുകളിൽ കയറുന്ന റേറ്റ് ആവട്ടെ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ സലാം ഖാനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാം ഖാ. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്ത് പോലും ഉണ്ടായിരിക്കില്ല സലാം ഖാ. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാം ഖാ. പിന്നെ സലാംക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവം മനുഷ്യനാണ് സലാം ഖാ. പിന്നെ അത്രേ ഉള്ളൂ. താങ്ക് യു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റ് ആയ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു, വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്. എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ടും ഷൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറയുന്നത്. കൊണ്ടു നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടിടിക്കും. കാരണം എല്ലാവരും കാണുന്നുള്ളത് സംഭവം ഡാൻസിന്റെ. പക്ഷെ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഒരു ഗോപിച്ചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിന്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേരെ കണ്ട് ഇങ്ങനെ ഓസ്ട്രൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക. ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി, മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിന്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു എന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും നന്ദി പറയാൻ കിടപ്പുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീറും റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിൽ കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ഡയറക്ടറാകാൻ പറ്റിയതും. അതിൽ ഞാൻ അവരോട്
എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്, എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ, താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, ഗീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്തതിനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക്ക, ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ തിരു സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിന് സിദ്ദീഖിന് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ വെച്ച് ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം. പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാള് വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അതിലും മേൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണോ, അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിരുന്നു, അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നു, കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടാ നന്ദി. പിന്നെ വിവേക് ഹർഷൻ, എഡിറ്റർ വിവേക് ഹർഷൻ, സമീറ സനീഷ്, ജോസഫ് നെട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് നെട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ടാതിഥികൾ ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്നു, ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി അവൻ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പാട്ട് എഴുതി പാടി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഇറങ്ങിയ ഗബ്രി, ടിനിറ്റോം ഇവിടെ വന്ന് എന്നെ കുറിച്ച് പ്രസംഗിച്ചു, കുറച്ച് ട്രോളാണ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ. താങ്ക് യു. എന്തായാലും ടിനിയും വന്നു. അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിനവ്, പിന്നെ ചൈതന്യ, വഫ, ശങ്കർ, സുരേഷ്, ഷെഫുള്ള സർ, അർജുൻ, ഗണേഷ്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ കൂടെ എഡീസ് എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ണൻ, അർജുൻ, അജ്മലം ഷാ, അഭിരാമി, തോമസ് കുട്ടി രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും. പിന്നെ എൻ്റെ ഓഫീസ്, എൻ്റെ സഹോദരി ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ എൻ്റർമീഡിയ ലാബിൻ്റെ ഈ ഉടുമ്പൻചോല വിഷൻ അഷറബീറും എല്ലാ സുഹൃത്തുക്കളായ അഷറും റിയാസും അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും താങ്ക് യു. സലാമക്കയോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ റിലീസിന് വേണ്ടി. കാരണം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തോളം തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ സലാമക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പം ക്രൂവിൻ്റെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഷൂട്ടിംഗ് പൊട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കുറുക്കൻ മാത്യു ആണോ? അറിയില്ല, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഒരു ക്ലൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സിനിമയുടെ കഥ പറയേണ്ടി വരും. അപ്പൊ പറഞ്ഞാല് ഒട്ടും ഡിസപ്പോയിന്റിങ് ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയാ, ഒരു കുറെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട് പടത്തില്.
നമ്മൾ സിനിമ ഈ ദിശയിലായിരിക്കും പോകുന്നതെന്നൊട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. സീറ്റ് എഡ്ജ് ആ ഒരു ഇത് എസെൻസ് കിട്ടും.